Good afternoon. Good afternoon, ma'am. Good afternoon. Okay. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗങ്ങള്? Okay. നമ്മൾ എടുത്തത് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ വരെ എടുത്തത്. ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് ഏതൊക്കെയാണ് പറഞ്ഞത് നമ്മള്? ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് പറയാൻ പറ്റോ? ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് എന്തൊക്കെയായിരുന്നു? സിമ്പിൾ ആണല്ലോ. ഒരാൾ പറയോ? ആരാ പറയാം? ഞാൻ പറയാം മിസ്. പറഞ്ഞ മോളെ. പേഷ്യന്റ് ഡിസ്ചാർജ് പോയി എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഗ്ലൗസ്, അതായത് റൂമൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് അവിടെ ഒരു സൈൻ ബോർഡ് വെക്കണം. അതായത് ആരെങ്കിലും പിന്നെ വന്ന് കയറി അത് ഹൈജീൻ ആവാതിരിക്കാൻ വേണ്ടി. പിന്നെ ബെഡ്, പിന്നെ എന്താ പില്ലോ കവർ, ഇതെല്ലാം റീപ്ലേസ് ചെയ്യുക. പിന്നെ ഫർണിച്ചർ, കുഷ്യൻസ്, ഇതെല്ലാം എന്തെങ്കിലും മലിനമായിട്ടുണ്ടോ എന്ന് നോട്ട് ചെയ്യുക. പിന്നെ വീൽ ചെയർ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് അതെല്ലാം സാനിറ്റൈസ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. പിന്നെ ബാത്റൂമിലൊക്കെ സോപ്പൊക്കെ ഇല്ലെങ്കിൽ അത് റീഫിൽ ചെയ്ത് വെക്കുക. പിന്നെ പേപ്പർ ടവല് അങ്ങനെ ഉള്ള സംഭവങ്ങൾ ചെക്ക് ചെയ്യുക ഉണ്ടോന്ന്. പിന്നെ പേഷ്യൻസിന്റെ ബാത്റൂം സാനിറ്റൈസ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. ക്ലിയർ ആയി ഇത്രയും ഭാഗങ്ങള്. ഇനി എടുക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. ഓക്കെ, എന്താണ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാല്? എന്താണ്? എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്? എന്താ ഡിസിൻഫെക്റ്റന്റ്? അണുനാശിനി. അണുനാശിനി. ഓ ഇവിടെ പറയുന്നത്, ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? അനുയോജ്യമായ ഒരു അണുനാശിനിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു അണുനാശിനി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അണുനാശിനിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. should have an extensive antimicrobial spectrum. Antimicrobial spectrum എന്ന് പറഞ്ഞാല് വൈറസ്, ബാക്ടീരിയ ഇവയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ ഒരു ശ്രേണി, അതിനെയാണ് ആന്റിമൈക്രോബയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? വൈറസ്, ബാക്ടീരിയ പോലുള്ളവയെ കൊല്ലാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സൂക്ഷ്മാണുക്കളുടെ ശ്രേണി, അതിനെയാണ് നമ്മൾ ആന്റിമൈക്രോബയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതെന്താവണമെന്നാ പറയുന്നത്? എക്സ്റ്റെൻസീവ് അല്ലെ, വ്യാപിപ്പിക്കണം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗുണമായിട്ട് പറയുന്നത്. ആ സൂക്ഷ്മാണുക്കള്, അണുനാശിനിയിലെ സൂക്ഷ്മാണുക്കൾ എന്ത് ചെയ്യാം? നമ്മള് എക്സ്റ്റെൻസീവ്, വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ വ്യാപിപ്പിക്കാം. ഇപ്പൊ ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ നമ്മള് സ്പ്രെഡ് ചെയ്യുമല്ലോ. എന്തൊക്കെയാണ് സ്പ്രെഡ് ചെയ്യാൻ കാരണങ്ങളാകുന്നവ? വൈറസ് ഉണ്ടാവും, ബാക്ടീരിയ പോലുള്ളവ ഉണ്ടാവും അല്ലെ. അതിനെയൊക്കെ നശിപ്പിക്കാൻ തരത്തിലുള്ള ഒരു സൂക്ഷ്മാണു വേണം. അതിനെ എന്ത് ചെയ്യണം? ആ സൂക്ഷ്മാണുക്കളെ നമ്മള് വ്യാപിപ്പിക്കണം. അതാണ് ഫസ്റ്റ്
ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ഇനി എന്താണ് നോക്കി, ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വിഫ്റ്റ് എന്താണ്? സ്വിഫ്റ്റ് എന്താ? സ്വിഫ്റ്റ് എന്താ മീനിങ്? സ്വിഫ്റ്റ് എന്താ മീനിങ്? എന്താ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന്. സ്വിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്, അല്ലെ? പെട്ടെന്ന് കൊല്ലാൻ. കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കൊല്ലാൻ, അല്ലെ? കിൽ ചെയ്യുന്നതിനുള്ള കഴിവുണ്ടായിരിക്കണം. ആ അണുനാശിനിക്ക്, നമ്മള് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന അണുനാശിനിക്ക് അണുക്കളെ പെട്ടെന്ന് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ഇനി എന്താണ്? ഷുഡ് ബി വർക്കിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജൈവവസ്തുക്കൾ. ഓർഗാനിക് മാറ്റർ മീൻസ് ജൈവവസ്തുക്കൾ. ഷുഡ് ബി വർക്കിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ബ്ലഡ്, അതുപോലെ എന്താ? സ്പ്യൂട്ടം, അതുപോലെ ഫീസിയസ്, അല്ലെ? ബ്ലഡ് അറിയാം നമുക്ക്. സ്പ്യൂട്ടം എന്താ? സ്പ്യൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ചില്. എച്ചിൽ അല്ലെങ്കിൽ പേസ്റ്റുകള്, അല്ലെ? എച്ചിൽ പറയാം കേട്ടോ. എച്ചിൽ എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ ഫീസിയസ് എന്താ? ഫീസിയസ് എന്താ മീനിങ്? വിസർജം. അതുപോലെയുള്ള ഓർഗാനിക് മാറ്റേഴ്സ്. അപ്പൊ എക്സാമ്പിൾ ആണ് ജൈവവസ്തുക്കൾക്ക്. എക്സാമ്പിൾ ആണ് എന്തൊക്കെ? ബ്ലഡ് ഉണ്ട്, സ്പ്യൂട്ടം ഉണ്ട്, അതുപോലെ ഫീസിയസ്. ആൻഡ് compatible with soap, detergents and other chemical uncounted in use. എന്താണ്? ഈ ജൈവവസ്തുക്കളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുകയും അണുനാശിനി, നമ്മൾ ഉപയോഗിക്കുന്ന അണുനാശിനി എന്ന് പറയുന്നത് ഈ ഓർഗാനിക് മാറ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ്? ഓർഗാനിക് ജൈവവസ്തുക്കളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുകയും അതുപോലെ സോപ്പ്, ഡിറ്റർജന്റ്, അതർ കെമിക്കൽസുമായിട്ട് യോജിച്ചു പോവാൻ കഴിവുള്ളതുമായിരിക്കണം. എന്താ പറഞ്ഞത്? ജൈവവസ്തുക്കളുമായിട്ട് പ്രവർത്തിക്കുന്നതും സോപ്പ്, ഡിറ്റർജന്റ്, അതർ കെമിക്കൽസുമായിട്ട് യോജിച്ചു പോകാൻ കഴിവുള്ളതുമായിരിക്കണം. എന്താ എന്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്? അണുനാശിനിയെ കുറിച്ചാണ്. അണുനാശിനിയുടെ ഗുണങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കിയേ, should not be dangerous to the user of patient. അല്ലെ? പേഷ്യൻസിന്, ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. ഈ അണുനാശിനി ഉപയോഗിക്കുമ്പോ ഈ പേഷ്യൻസിന് എന്ത് വരാൻ പാടില്ല? അപകടം, അല്ലെ? ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ ഉള്ള അണുനാശിനി ആയിരിക്കണം നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു അണുനാശിനി വേണം യൂസ് ചെയ്യാനായിട്ട്. പേഷ്യൻസിന്, അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവിടെ കിടക്കുന്ന പേഷ്യൻസിനായാലും എന്ത്? ഡേഞ്ചറസ്, അപകടം ഒന്നും ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം ഈ അണുനാശിനി ഉണ്ടായിരിക്കേണ്ടത്. പിന്നെന്താണ്? ഷുഡ് നോട്ട് കറോഡ്. കറോഡ് എന്ന് പറഞ്ഞാൽ എന്താ? കറോഡ് എന്താ? നശിപ്പിക്കുക. കറോഡ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. should not corrode instruments and metallic surfaces and should not cause the destructions of cloth, rubber, plastic and other materials. ഇവിടെ പറയുന്നത് എന്താണ്? ക്ലോത്തുകൾ ഉണ്ടാവും, റബ്ബർ, അതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസ്, അതർ മെറ്റീരിയൽസ് ഒക്കെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യും, അല്ലെ? അപ്പോ ഇവയുമായിട്ട് ഒന്നും എന്താണ്? നാശം, ഇവയ്ക്കൊന്നും ഒരു നാശവും വരുത്താത്ത രീതിയിലായിരിക്കണം ഈ അണുനാശിനി എന്ന് പറയുന്നത്. അണുനാശിനി ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുമ്പോൾ ക്ലോത്തിനും റബ്ബറിനും പ്ലാസ്റ്റിക് ഐറ്റംസ് അതുപോലെ അതർ മെറ്റീരിയൽസ് ഉണ്ടാവും. അവയ്ക്കൊന്നും ഒരു നാശവും വരുത്താത്ത രീതിയിലായിരിക്കണം അണുനാശിനി ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി എന്താണ്? ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബൽ ഡയറക്ഷൻസ്. നമ്മൾ അണുനാശിനി അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോ എന്താണ്? ഡയറക്ഷൻസ് ഉണ്ടാവും, അല്ലെ? ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഡയറക്ഷൻസ് കണ്ടിട്ടില്ലേ? നിങ്ങള് കണ്ടിട്ടുണ്ടോ? ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മള്? ഉണ്ട്. ഓക്കെ. അപ്പോ ഈ അണുനാശിനി ഉപയോഗിക്കുമ്പോ അതില് ലേബൽ എന്തുണ്ടാവും?
എന്തുണ്ടാവും? ഡയറക്ഷൻസ് ഉണ്ടാവും അല്ലെ? ഈ ഡയറക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് യൂസ് ചെയ്യാൻ തക്ക രീതിയിലുള്ളതായിരിക്കണം എന്ത്? അണുനാശിനി എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഷുഡ് ഹാവ് എ കൺജീനിയൽ odor or no door to facilitate its routine use. നമ്മൾ routine യൂസ് ചെയ്യുമ്പോൾ, routine ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള മണമാകണം ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഒഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണം കേട്ടോ. ചിലപ്പോ എന്താണ്, ചില അണുനാശിനിക്ക് ഉപയോഗിക്കുമ്പോ ഭയങ്കര നമുക്ക് എന്താണ് ഇതാക്കാൻ പറ്റാത്തൊരു മണമായിരിക്കാം, ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കും. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ അവിടെ പേഷ്യൻസിനൊക്കെ ഈ അണുനാശിനി ഉപയോഗിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലായിരിക്കണം നമ്മള് അങ്ങനത്തെ മണമായിരിക്കണം അണുനാശിനിക്ക് ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ റുട്ടീനിൽ യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു മണമായിരിക്കണം ഉണ്ടാവേണ്ടത് ഈ അണുനാശിനിക്ക്. പിന്നെ എന്താണ്? ഷുഡ് നോട്ട് ബി prohibitively high in cost. അല്ലെ? നമ്മള് ഈ അണുനാശിനി വാങ്ങിക്കുമ്പോ എന്താണ്, ഹൈ കോസ്റ്റ് ആവാനായിട്ട് പാടില്ല. പ്രൊഹിബിറ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരോധിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ അവിടെ ഹൈ കോസ്റ്റ് അല്ല, സാധാരണക്കാരനായാലും ഒരു മീഡിയം കോസ്റ്റിലായിരിക്കണം, ഒരു മിഡിൽ കോസ്റ്റിലായിരിക്കണം ഈ അണുനാശിനി നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. മിഡിൽ കോസ്റ്റ് അല്ലെങ്കിൽ മീഡിയം കോസ്റ്റ് ആയിരിക്കണം അതിനുണ്ടായിരിക്കേണ്ടത്. പിന്നെന്താണ്? ഷുഡ് ബി soluble as water. വാട്ടറില് ലയിക്കുന്നതാവണം, വെള്ളത്തില് ലയിക്കുന്നതാവണം. അതുപോലെ എന്താണ്? ഷുഡ് ബി സ്റ്റഡി കോൺസെൻട്രേറ്റ് ആൻഡ് യൂസ് ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷനില് അല്ലെ യൂസ് ഡിസൊല്യൂഷൻ ചെയ്യാനായിട്ട്, ഡിസൊല്യൂഷൻ ലയിപ്പിക്കാനായിട്ട് പറ്റുന്നതാവണം. അതുപോലെ എന്താണ്? സോറി കേട്ടോ, ഡയലൂഷൻ ആണ് കേട്ടോ, മാറിപ്പോയതാണ്. ഡയലൂട്ട് ചെയ്യാനായിട്ട്, ലയിപ്പിക്കാനായിട്ട് പറ്റുന്ന, ഡയലൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെന്താണ്? ഷുഡ് ഹാവ് ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്. നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, ഹോസ്പിറ്റലിലാവുമ്പോ പല ഡിപ്പാർട്ട്മെന്റിലും പല പ്രോപ്പർട്ടീസ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ പ്രോപ്പർട്ടീസിനൊക്കെ നല്ല രീതിയിൽ ക്ലീനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാവണം ഈ അണുനാശിനി എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഷുഡ് നോട്ട് ഹാം ആൻഡ് എൻവയോൺമെന്റ് ഓൺ ഡിസ്പോസൽ. നമ്മൾ എന്താണ് ഡിസ്പോസൽ ചെയ്യുമ്പോൾ പല വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഡിസ്പോസൽ ചെയ്യുമ്പോൾ, നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ എൻവയോൺമെന്റിന് എന്താണ് ദോഷകരമാവിധം ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെന്റിന് അത് ദോഷമാവാൻ പാടില്ലാത്ത രീതിയിലായിരിക്കണം ഈ അണുനാശിനി ഉണ്ടായിരുന്നത്. നമ്മളൊരു വേസ്റ്റുകളായാലും എന്തായാലും എന്താണ് ഡിസ്പോസൽ ചെയ്യുമ്പോൾ എൻവയോൺമെന്റിന് ദോഷം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയുള്ളതായിരിക്കണം അണുനാശിനി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഈ അണുനാശിനിയുടെ ഗുണങ്ങളായിട്ട് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? വൈറസ്, ബാക്ടീരിയ പോലുള്ള അവയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ ഒരു ശ്രേണിയാണ് ആന്റി മൈക്രോബയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സൂക്ഷ്മാണുക്കളെ നമ്മൾ എന്ത് ചെയ്യണം? വ്യാപിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ്? പെട്ടെന്ന് അണുക്കളെ കൊല്ലാൻ പറ്റുന്ന രീതിയിലുള്ളതാവണം അണുനാശിനി എന്ന് പറയുന്നത്. അതുപോലെ ഓർഗാനിക് മാറ്റർ അല്ലെ, ജൈവ വസ്തുക്കൾ നമ്മൾ പറഞ്ഞു എന്താണ്? ബ്ലഡ്, സ്പ്യൂട്ടംസ്, ഫീസിയസ്. അങ്ങനെയാണ് ഈ ഓർഗാനിക് മാറ്റർ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ബ്ലഡ് ഉണ്ട്, സ്പ്യൂട്ടം ഉണ്ട്, ഫീസിയസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ജൈവ വസ്തുക്കളുമായിട്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ സോപ്പ്, ഡിറ്റർജന്റ്, പിന്നെന്താണ് അതർ കെമിക്കൽസുമായിട്ട് യോജിച്ചു പോകാനായിട്ട് കഴിവുള്ളതുമായിരിക്കണം അണുനാശിനി എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? അവിടെ വരുന്ന പേഷ്യൻസിന് ദോഷമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പിന്നെന്താ പറയുന്നത്? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ ഉണ്ടാവും, റബ്ബർ, അതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടാവും, അതർ മെറ്റീരിയൽസ് ഉണ്ടാവും. ഇവയ്ക്കൊന്നും ഒന്നും നാശം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം അണുനാശിനി ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബൽ ഡയറക്ഷൻസ്. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ എന്തുണ്ടാവും? ഡയറക്ഷൻസ് ഉണ്ടാവും, അല്ലെ, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ആ ലേബലിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഡയറക്ഷൻസ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അണുനാശിനി എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? ഷുഡ് ഹാവ്
എന്താണ് ഇവിടെ മറ്റുള്ളവർക്ക് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ അണുനാശിനി യൂസ് ചെയ്യുമ്പോൾ മണങ്ങളൊന്നും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാത്ത രീതിയിലുള്ള ഒരു മണമായിരിക്കണം ഈ അണുനാശിനിക്ക് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആവാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് വാട്ടറില് ലയിപ്പിക്കാൻ വാട്ടറുമായിട്ട് ലയിച്ചു പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ അണുനാശിനി വേണ്ടത്. അതുപോലെ എന്താണ് ഡയലൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാവണം. നല്ല രീതിയിൽ ഹോസ്പിറ്റലിലെ പ്രോപ്പർട്ടീസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ എൻവയോൺമെന്റിലെ പല കാര്യങ്ങളും നമ്മൾ വേസ്റ്റുകളൊക്കെ ഡിസ്പോസൽ ചെയ്യുമ്പോൾ എൻവയോൺമെന്റിന്റെ ദോഷമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ, കുറച്ച് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഡൗട്ടൊന്നുമില്ല, ക്ലിയർ ആണ് ആണല്ലേ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, എല്ലാരും വായിച്ചു നോക്കിയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ചലഞ്ചസ്. എന്താണ് ചലഞ്ചസ്? ചലഞ്ചസ് എന്താ ചലഞ്ചസ്? ചലഞ്ചസ് എന്ന് പറയുന്നത് എന്താ? വെല്ലുവിളി അല്ലേ? ഹൗസ് കീപ്പിങ്ങിന് നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോഴും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും എന്താണ് വെല്ലുവിളികൾ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോ ഹൗസ് കീപ്പിങ്ങിനും എന്തുണ്ട്? വെല്ലുവിളികൾ. ഹൗസ് കീപ്പിംഗ് സർവീസസും നേരിടുന്ന വെല്ലുവിളികളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ എന്താണ്? കൺസിഡേർഡ് as low priority activity. എന്താ പറയുന്നത്? ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെ? ആർക്കാണ് ഹൗസ് കീപ്പിംഗിൽ ലോ പ്രയോറിറ്റി കൊടുക്കുന്നത്? അറിയാൻ പറ്റോ? ഹൗസ് കീപ്പിംഗ് സർവീസസില് ലോ പ്രയോറിറ്റി ആർക്കാ കൊടുക്കുക? ഓർമ്മയുണ്ടോ പറഞ്ഞ കാര്യങ്ങള്? ക്ലീനിങ് സ്റ്റാഫിനല്ലേ? ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ്. നമ്മൾ ഓർഗാനോഗ്രാം പറഞ്ഞു അല്ലെ? ഫസ്റ്റ് പൊസിഷനിൽ ആരാണ്? ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാ? ഹൗസ് കീപ്പിംഗിന്റെ ആരാണ്? മാനേജർ. ഇനി അദ്ദേഹത്തിന് കീഴിൽ നിൽക്കുന്നത് ആരാ? സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും അല്ലെ? ഈ അവർക്ക് കീഴിൽ നിൽക്കുന്നതാണ് ആര്? എക്സിക്യൂട്ടീവ്സ്, സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. അതുപോലെ ഇനി അവർക്ക് കീഴിൽ നിൽക്കുന്നവരാണ് ആര്? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ എംപ്ലോയീസ്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലോ പ്രയോറിറ്റി ആണ്. അതാണ് ഒരു വെല്ലുവിളിയായിട്ട് പറയുന്നത്. പിന്നെന്താണ്? ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് അല്ലെ? കൺസ്ട്രെയിൻസ് മീൻസ് നിയന്ത്രിക്കുക. ഇനി അവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മയുണ്ടോ പറഞ്ഞ കാര്യം? അവർക്ക് കൊടുക്കുന്ന ക്ലീനിങ് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും. അതാണ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആയിട്ട് വരുന്നത്. അവര് ക്ലീനിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞത് ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ട് വേണ്ട ഒരു വിഭവം തന്നെയാണ് അല്ലെ? അവരില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ അവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലോ ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അവർക്ക് കൊടുക്കുന്ന സാലറി എന്താണ്? ലോ റേറ്റിലാണ് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ വെല്ലുവിളി പറഞ്ഞു. ഇനി തേർഡ് നോക്കിയേ. തേർഡ് ചലഞ്ചസ് ആണ് മാൻ പവർ ഷോർട്ടേജ്. എന്താണ്? ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ എന്താണ്? നല്ല രീതിയിൽ ക്ലീനിങ് നടത്താൻ പറ്റോ? ഇല്ല. അപ്പൊ നല്ല രീതിയിലുള്ള സ്റ്റാഫുകൾ ആവശ്യമാണ്.
ഇനി എന്താണ് അൺബില്ലിംഗ് സൂപ്പർവിഷൻ. ഇപ്പോ എന്താണ് എംപ്ലോയീസിനെ ജോലി ചെയ്യിപ്പിക്കാനായിട്ട് ഒരു വ്യക്തി സൂപ്പർവൈസർ, ആ സൂപ്പർവൈസർ ഇല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ ജോലികളും കാര്യങ്ങളും നടക്കില്ല. ചിലപ്പോ എന്താണ് സൂപ്പർവൈസർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ കേട്ടോ, അൺബില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ലാത്ത രീതിയിൽ ചിലപ്പോ അയാൾക്ക് ഈ ജോലി ഏറ്റെടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല. കാരണം പല കാരണങ്ങളാവാം. ചിലപ്പോ എന്താണ് നല്ല രീതിയിൽ സാലറി ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ വർക്കിംഗ് കണ്ടീഷൻ നല്ല രീതിയിലല്ല. അങ്ങനെയുള്ള പല കാരണങ്ങളും കൊണ്ടും അയാൾക്ക് എന്താണ് എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇഷ്ടമല്ലാത്ത രീതിയിൽ സൂപ്പർവൈസ് ചെയ്യുന്നതിലൂടെ എന്തുണ്ടാവും, ഒരു വെല്ലുവിളിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. പിന്നെന്താണ് ലാക്ക് ഓഫ് അവയർനെസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പൊ എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ജോലി ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ പ്രൊസീജിയറിലൂടെ ചെയ്യണം എന്നൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല. അതാണ് ലാക്ക് ഓഫ് അവയർനെസ്. ഇനി എന്താണ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഇന്ററപ്ഷൻസ് അല്ലെ. കോൺഫ്ലിക്റ്റ് എന്താ? കോൺഫ്ലിക്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള്. കോൺഫ്ലിക്റ്റ് എന്താ? കോൺഫ്ലിക്റ്റ് എന്താ മീനിങ്? ഫൈറ്റ് അല്ലെ. എന്താണ് തർക്കങ്ങൾ ഉണ്ടാവാൻ, എംപ്ലോയീസിന്റെ ഇടയിലൊക്കെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊന്നും നടത്താനായിട്ട് പറ്റില്ല. പിന്നെന്താണ് തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്. മോഷണം സംഭവിക്കാം. അതുപോലെ തന്നെ പല വേസ്റ്റേജുകൾ. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളാണെങ്കിൽ എന്താണ് നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലായിരിക്കും അവരുടെ ലിക്വിഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തത്. അപ്പോ ഇവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഇഷ്ടമനുസരിച്ച് അത് ഡൈല്യൂട്ട് ചെയ്ത് എന്താണ് തുടയ്ക്കാനും എടുക്കാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പല വേസ്റ്റേജുകൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചില്ലേ. പിന്നെന്താണ് വീട്ടിലേക്ക് ചിലപ്പോൾ എടുത്തുകൊണ്ട് പോവാം. അങ്ങനെയുള്ള കാര്യങ്ങള്. ലീക്കേജ് ഓർമ്മയുണ്ടാ? എടുത്ത ഭാഗങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാ പറയുമ്പോ? ഓക്കെ, ഓർമ്മയില്ല? ഓർമ്മയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചലഞ്ചസ് ആണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസിൽ ഫേസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? പ്രയോറിറ്റി. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്, മാൻ പവർ ഷോർട്ടേജ് ഉണ്ട്, അൺബില്ലിംഗ് സൂപ്പർവിഷൻ, ലാക്ക് ഓഫ് അവയർനെസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഇന്ററപ്ഷൻസ്, തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്. മനസ്സിലായോ? ചലഞ്ചസ് ഒക്കെയാണോ? ചലഞ്ചസ് ഓക്കെ. ഇനി എന്താണ് ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റി? നമ്മൾ പറഞ്ഞു ഹൗസ് കീപ്പിംഗ് ഓർഗാനോഗ്രാമിന്റെ അല്ലെങ്കിൽ ഹൈറാർക്കിയിലെ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് ആര്? ആരാ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി? മാനേജർ. മാനേജറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ. മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ്കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് containing the cleanliness of all rooms and public areas every day. എന്താ മനസ്സിലായത്? ആ പോയിന്റ് വായിച്ചപ്പോ മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ്കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് containing the cleanliness of all rooms and public areas every day. പറയാൻ പറ്റുമോ ആ പോയിന്റ് എന്താണെന്ന്? എന്താ പോയിന്റ് വായിച്ചപ്പോ മനസ്സിലായേ? ഓക്കെ ഓക്കെ, കമന്റ് ഇട്ടാലും മതി കേട്ടോ, കമന്റ് ഇട്ടാലും മതി. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, ഇനി പറയണമെങ്കിൽ പറഞ്ഞോളൂ. എന്താ പോയിന്റ് വായിച്ചപ്പോ മനസ്സിലായത്? ഡെയിലി ക്ലീനിങ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകള് ഡെയിലി എല്ലാ റൂമുകളും അല്ലെങ്കിൽ പബ്ലിക് ഏരിയ എല്ലാം എല്ലാ ദിവസവും ക്ലീൻ ആക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. പിന്നെന്താണ്
lead, hire and train housekeeping staff to stick to high standards of cleanliness and customer contentment. Contentment എന്താ? Contentment എന്താണ്? മാർക്കറ്റിംഗിൽ പഠിച്ചിട്ടുണ്ടല്ലോ. Contentment ഓർമ്മയുണ്ടാവോ? എനിക്ക് ഓർമ്മയില്ലേ പഠിപ്പിച്ചതുകൊണ്ട്. വാക്ക് contentment എന്താ? കസ്റ്റമർ contentment, സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. കേട്ടിട്ടുണ്ടോ? ഓർമ്മ വരുന്നുണ്ട് ഇപ്പോ? കസ്റ്റമർ കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാല് സംതൃപ്തി. അപ്പോ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ക്ലീനിങ് നടത്തണം അല്ലെ. അങ്ങനെ ക്ലീനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ലീഡ് ചെയ്യണം, ഹയർ ചെയ്യണം, ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? ലീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നയിക്കുക. ഹയർ എന്ന് പറഞ്ഞാൽ എന്താ? ഹയറിംഗ്, നിയമിക്കുക. അതുപോലെ എന്താ? ട്രെയിനിങ്, അതറിയാലോ, പ്രാക്ടീസ് കൊടുക്കുക അല്ലെ. അപ്പൊ ഈ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ ഹോസ്പിറ്റലിലെ എല്ലാ ഭാഗവും എന്ത് ചെയ്യണം? ക്ലീൻ ആക്കണം. ഇത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോ ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയാണ് നല്ല രീതിയിൽ ഹോസ്പിറ്റൽസ് ക്ലീൻ ആക്കുക. അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് നല്ല നിലവാരത്തോടു കൂടി ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ലീഡ് ചെയ്യാം, ഹയർ ചെയ്യാം, ട്രെയിനിങ് കൊടുക്കുക. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ്. ഇനി എന്താണ് തേർഡ് പോയിന്റ്? നോക്കിയേ. സൂപ്പർവൈസ് the housekeeping department budget, take inventory and make sure that of adequate cleaning supplies. എന്താണ്? ക്ലീനിങ് സപ്ലൈസ് അല്ലെ, എക്യുപ്മെന്റ്സും മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ പല രീതിയിലുള്ള എക്യുപ്മെന്റ്സും മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റില് ബഡ്ജറ്റ് എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് നമ്മള് നോക്കുക, തയ്യാറാക്കുക. അതുപോലെ ഇൻവെന്ററി. ഇൻവെന്ററി എന്താ? സ്റ്റോക്ക് ഇൻവെന്ററി എന്താ? ഇൻവെന്ററി എന്താ? വിവര പട്ടിക. ഓരോ മെറ്റീരിയൽസ് എങ്ങനെ അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിയിട്ട് അതും തയ്യാറാക്കണം. അതും സൂപ്പർവൈസ് ചെയ്ത് മേൽനോട്ടം നോക്കേണ്ടതിന്റെ ഡ്യൂട്ടി ആർക്കാണ്? ഹൗസ് കീപ്പിംഗ് മാനേജർക്കാണ്. പിന്നെന്താണ്? ഡോക്യുമെന്റ് ഏരിയ ക്ലീൻഡ് ബൈ ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ്. അപ്പൊ ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ് ആണ് ആര്? ഈ ഡോക്യുമെന്റ് ഏരിയ, ഡോക്യുമെന്റ് വെച്ചിരിക്കുന്ന ഏരിയാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. ആൻഡ് റിപ്പോർട്ട് എനി പ്രോബ്ലംസ് സച്ച് ആസ് room damage or maintenance request to the front office. അപ്പൊ ആ ഏരിയക്ക്, ഡോക്യുമെന്റ് വെച്ചിരിക്കുന്ന ഏരിയയിൽ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രണ്ട് ഓഫീസിലേക്ക് മെയിൻ്റനൻസ് റിക്വസ്റ്റ് അയക്കേണ്ടതും ആരാണ്? ഇങ്ങനെ എന്ത് വേണം? പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഡാമേജസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് ഫ്രണ്ട് ഓഫീസിലേക്ക് കൊടുക്കേണ്ടതും ആരാണ്? ഈ ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. പിന്നെന്താണ്? മേക്ക് ഷുവർ ദാറ്റ് ഓൾ ക്ലീനിങ് എക്യുപ്മെന്റ്സ് is in proper working condition and make arrangements for repairs as needed. അപ്പോ എന്ത് ചെയ്യണം? നമ്മള് ചെക്ക് ചെയ്യണം അല്ലെ, മാനേജർ എന്ത് ചെയ്യണം? എല്ലാ എക്യുപ്മെന്റ്സും, ക്ലീനിങ് എക്യുപ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി അഥവാ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പയേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെന്റ് നടത്താം. പിന്നെന്താണ്? റെക്കമെൻഡഡ് സർവീസ് ഇംപ്രൂവ്സ് ടു ദ മാനേജ്മെന്റ്. ഇനി ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള റെക്കമെൻഡേഷൻസും കൊടുക്കേണ്ടത് ആരാണ്? ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. പിന്നെന്താണ്? മേക്ക് ഷുവർ ദാറ്റ് കംപ്ലൈൻസ് വിത്ത് സേഫ്റ്റി ആൻഡ് സാനിറ്റൈസേഷൻ പോളിസി.
സേഫ്റ്റിയും സാനിറ്റൈസേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ നമ്മുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി എന്താണ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ വർക്കിങ്ങിന്റെ ഹൗസ് കീപ്പിംഗ് വർക്ക് ചെയ്യേണ്ടതിന്റെ പ്രൊസീജിയേഴ്സും സ്റ്റാൻഡേർഡ്സും എസ്റ്റാബ്ലിഷ് ചെയ്യാം. പിന്നെന്താണ് ക്രിയേറ്റ് സ്റ്റാഫിംഗ് ഷെഡ്യൂൾസ്. ഷെഡ്യൂൾസ് എന്താ ഷെഡ്യൂൾസ്? സ്റ്റാഫിംഗ് ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചെയ്യാൻ പറ്റോ? പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണോ? ഷെഡ്യൂൾസ് എന്താ? ടൈമിംഗ് അല്ലെ. ഓരോ സ്റ്റാഫിനും ചിലപ്പോ എന്താണ് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവാം, ചിലപ്പോ ഡേ ഷിഫ്റ്റ്, അങ്ങനെ ഷിഫ്റ്റുകള് അതിന്റെ ഡ്യൂട്ടീസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാം. ഡ്യൂട്ടി ടൈം എന്ത് ചെയ്യാം? തയ്യാറാക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? നല്ല രീതിയിൽ എന്ത് ചെയ്യാം? എല്ലാ പേഷ്യൻസ് റൂം അതുപോലെ പബ്ലിക് ഏരിയ നല്ല രീതിയിൽ ക്ലീൻ ആക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. അതുപോലെ എന്താ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല നിലവാരത്തോട് കൂടിയിട്ട് അവര് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ലീഡ് ചെയ്യാം, ഹയർ ചെയ്യാം, ട്രെയിനിങ് കൊടുക്കാം. പിന്നെന്താണ് ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സിന് വേണ്ടതായിട്ടുള്ള ബഡ്ജറ്റ് അതുപോലെ ഇൻവെന്ററി, സ്റ്റോക്ക് ഇൻവെന്ററി ഒക്കെ തയ്യാറാക്കാം. പിന്നെന്താ സൂപ്പർവൈസ് ചെയ്യുകയും വേണം. പിന്നെന്താണ് ഡോക്യുമെന്റ്സ് ഏരിയ അല്ലെ, അത് ക്ലീൻ ചെയ്യുന്നത് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻസ് ആണ്. ഇനി അവരത് ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡാമേജോ റിപ്പയർസോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാല് ആ മെയിൻ്റെനൻസ് റിക്വസ്റ്റ് എന്ത് ചെയ്യണം? ഫ്രണ്ട് ഓഫീസിലേക്ക് കൊടുക്കേണ്ടത് ഈ മാനേജറുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ എക്യുപ്മെന്റ്സ്, ക്ലീനിങ് എക്യുപ്മെന്റ്സ് നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുകയും ഇനി അതിന് എന്തെങ്കിലും റിപ്പയേഴ്സ് വേണ്ടി വന്നാല് അതിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെന്താ ഇവര് കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ഇനി സേഫ്റ്റിയും സാനിറ്റൈസേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താം, ചെക്ക് ചെയ്യാം. ഇനി എന്താണ് സ്റ്റാൻഡേർഡ്സ് അല്ലെ, ഇവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്യാം. പിന്നെ എന്താണ് ഓരോ സ്റ്റാഫിന്റെയും ഷെഡ്യൂൾ ടൈം, ഡ്യൂട്ടി ടൈം ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായോ? വായിച്ചു നോക്കിയൊന്ന് ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ housekeeping department containing the cleanliness of the all rooms and the public area every day. ഈ ഹൗസ്കീപ്പിംഗ് സ്റ്റാഫുകള് എല്ലാ റൂംസും, എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ റൂംസും അതുപോലെ പബ്ലിക് ഏരിയാസും
ക്ലീൻ ആക്കുന്നുണ്ടോ ഡെയിലി, അവരുടെ ഡെയിലി ഓപ്പറേഷൻസ്, അവർ എല്ലാ റൂമുകളും അതുപോലെ പബ്ലിക് ഏരിയാസും ഡെയിലി ക്ലീൻ ആക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം. ആരാ നിരീക്ഷിക്കേണ്ടത്? ഹൗസ് കീപ്പിംഗ് മാനേജറാണ്. ഹൗസ് കീപ്പിംഗ് മാനേജറുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ് എല്ലാ റൂമുകളും അതുപോലെ പബ്ലിക് ഏരിയാസും അവർ ക്ലീൻ ആക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. കിട്ടിയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ പോയിന്റ്സില്? ഓക്കെ, ഇനി അപ്പോ ഹൗസ് കീപ്പിംഗ് ചാപ്റ്റർ ഇവിടെ തീർന്നു കേട്ടോ, ഫിനിഷ് ആയി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റിയെ കുറിച്ച് ഇതിനു മുമ്പ് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഏതൊക്കെയാ പഠിച്ചത്? നാബ് അല്ലെ? ഇത് 4th മൊഡ്യൂള് തന്നെയാണ് കേട്ടോ. നാബ് പഠിച്ചിട്ടില്ലേ? എങ്ങനെയുണ്ട് നാബ് ചാപ്റ്റർ? എളുപ്പമാണോ? ക്വാളിറ്റി അഷുറൻസ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റേഴ്സ്? ബുദ്ധിമുട്ടായിരുന്നോ അല്ലെങ്കിൽ എളുപ്പമായിരുന്നോ? ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അപ്പൊ നിങ്ങൾ തന്നെ പറയാം. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് തന്നെ പഠിക്കാം അല്ലെ? കുഴപ്പമില്ല. ഓക്കെ, എന്താ ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? എന്താ ക്വാളിറ്റി? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോണേന്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ സർവീസ്, ആ സർവീസ് നല്ല ക്വാളിറ്റിയോടെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വാളിറ്റി ഗുണമാണ് അല്ലെ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഒരു സർവീസ്, ഒരു ഹോസ്പിറ്റൽ ഒരു സർവീസ് നമ്മൾക്ക് അവർ തരുമ്പോ നല്ലൊരു ക്വാളിറ്റി സർവീസ് ആണ് എന്ന് നിങ്ങൾ പറയും. എന്താ കാരണം അങ്ങനെ പറയാനായിട്ട്? ഒരു സർവീസ് ആണെങ്കിൽ ഹോസ്പിറ്റൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ എന്താ പറയാൻ കാരണം? പല പല റീസൺസ് ഉണ്ടാവൂലേ? ഒരു വ്യക്തിക്ക് പല പല അഭിപ്രായങ്ങളായിരിക്കും അല്ലെ ക്വാളിറ്റിയെ കുറിച്ച് പറയാനായിട്ട്. എന്തൊക്കെയാവാം? നല്ല നിലവാരമുള്ള ഹോസ്പിറ്റൽ ആയിരിക്കും. ഓക്കെ, പബ്ലിക്കിന്റെ ഇടയിൽ നല്ല നിലവാരമുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ഡോക്ടേഴ്സ്, ഗുഡ് ട്രീറ്റ്മെന്റ്, ഓക്കെ, വെരി ഗുഡ്, ഫെസിലിറ്റി ഹൈ ആണ്. ഓക്കെ ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് ക്വാളിറ്റി എന്താണ്, ക്വാളിറ്റി ഓഫ് കെയർ എന്താണ്, അതിന്റെ കമ്പോണൻസ് എന്താണ്, അങ്ങനെയുള്ള ഗുഡ് എൻവയോൺമെന്റ് പോയിന്റുകൾ അതേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സ്റ്റാഫ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഗുഡ് ആവാം, ഡിസിപ്ലിൻ, ഓക്കെ, എല്ലാവർക്കും അറിയാം. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്താണ് ക്വാളിറ്റി? വാട്ട് ഈസ് ക്വാളിറ്റി? ചാപ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുക്കോ? മിസ്സിന്റെയിലേക്ക് എടുക്കുന്നത് ചാപ്റ്റർ 7 ആണ്. ഇത് നിങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. 4th മൊഡ്യൂൾ ആണ് ക്വാളിറ്റി മാനേജ്മെന്റ്. പേജ് നമ്പറും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പേജ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു വരും. പേജ് നമ്പർ എത്രയാണെന്ന് കൂടി പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, കിട്ടിയില്ലേ പേജ് നമ്പർ? ഓക്കെ, ഇനി നോക്കിയേ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വാട്ട് ഈസ് ക്വാളിറ്റി? എന്താണ് ക്വാളിറ്റി? ടു ദ ഓർഡിനറി പേഴ്സൺ. ഓർഡിനറി പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണക്കാരൻ. ഓർഡിനറി പർച്ചേസ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മള്? ഓർമ്മയുണ്ടോ അതൊക്കെ? ഓർഡിനറി പേഴ്സൺ എന്ന് പറഞ്ഞാല് സാധാരണ ആണ്. ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. എന്താണ്? സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്നത് എന്താണ്? ഒരു കാര്യം ഏതാണോ അല്ലെങ്കിൽ എത്രത്തോളം നല്ലതാണ്, ഒരു കാര്യം എത്രത്തോളം, ഹൗ ഗുഡ് സംതിങ് ഈസ്, അതാണ് എന്തെന്ന് പറയുന്നത്? ക്വാളിറ്റി. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് എന്ന് പറയുന്നതാണ്
സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഈസ് ക്യാൻ ബി എ സർവീസ്. ഒരു സർവീസ് ആണെങ്കിൽ എന്താണ്? എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ക്യാൻറ്റീൻ സർവീസ് ഓർ എ പ്രൊഡക്റ്റ്. എക്സാമ്പിൾ റിസ്റ്റ് വാച്ച്. ഓക്കെ, ഒരു ക്യാൻറ്റീനിൽ അല്ലെ, ക്യാൻറ്റീൻ സർവീസ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു സർവീസ് ആണെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ പറയാറില്ലേ, ക്യാൻറ്റീനിൽ നിന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോ നമ്മൾ പറയോ അല്ലെ, നല്ല സർവീസ് ആണ് ആ ക്യാൻറ്റീൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താ കാരണം? എന്തൊക്കെ കാരണങ്ങളാവാം പറയാൻ പറ്റോ? സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ, സംതൃപ്തി ഉണ്ടാവും കസ്റ്റമേഴ്സിന്. പിന്നെ എന്തുണ്ടാവും? ക്യാൻറ്റീനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു നോക്കിയേ, ടേസ്റ്റി ഫുഡ് കിട്ടും, അതുകൊണ്ടാവാം. പിന്നെന്താ? നല്ല കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാവാം. പിന്നെ എന്താണ്? ക്വാളിറ്റി, അഫോർഡബിലിറ്റി. അതുപോലെ എന്താ? അവിടെ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിരിക്കുന്നത് കൊണ്ടാവാം. ചില ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് കേട്ടോ. നമുക്ക് ഇപ്പൊ എനിക്കായാലും നിങ്ങൾക്കായാലും വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായമാണ് ക്വാളിറ്റിയെ കുറിച്ച് പറയാനുണ്ടാവുന്നത് അല്ലെ. ക്യാൻറ്റീനെ അപേക്ഷിച്ച് എന്താണ്? ഡിഫറെന്റ് അഭിപ്രായങ്ങളാണ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ് ഓരോരുത്തർക്കും പറയാനുണ്ടാവുന്നത്. ചില ആൾക്കാർ പറയും എന്താണ്? നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ പറയും എന്താണ്? നല്ല സർവീസ് ആണ്, അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? നല്ല ടേബിൾ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങള്. ഇനി പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്ത് പറയും? പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ പറ്റി എന്തൊക്കെയാ പറയാം? ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താവാം? നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. പിന്നെന്താണ്? ലോ കോസ്റ്റ്. പിന്നെന്താ? ഭംഗിയല്ലേ, അതിന്റെ ഡിസൈൻ, ചിലപ്പോ അതിന്റെ കവറിങ്, റാപ്പിംഗ് ഒക്കെ കണ്ടിട്ടാവാം ചിലവര് പറയുന്നത്. ഡ്യൂറബിലിറ്റി അല്ലെ, നമ്മൾ കൊടുക്കുന്ന മൂല്യം. ചിലപ്പോ എന്താണ്? നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ട്, അതിനുള്ള അങ്ങനെയുള്ള നമ്മള് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ 10 രൂപയാണ് ആ പ്രൊഡക്റ്റിന് കൊടുത്തതെങ്കിൽ ആ പ്രൊഡക്റ്റ് 10 രൂപയ്ക്ക് ഉണ്ടെന്ന് പറയാറില്ലേ നമ്മള്? അങ്ങനെ വാല്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ്? എ പേഴ്സൺസ് ജഡ്ജ്മെന്റ് അബൌട്ട് ദ സർവീസ് ഓർ പ്രൊഡക്റ്റ് റിലേസ് ഓൺ വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. എന്താണ്? ഒരു പേഴ്സൺ അല്ലെ, ഒരു പേഴ്സൺ ഒരു ക്വാളിറ്റി, ഒരു പ്രൊഡക്റ്റിന്റെ അതുപോലെ തന്നെ ഒരു സർവീസിന്റെ ആവാം ക്വാളിറ്റിയെ വിലയിരുത്തുന്നത്, ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാവാം? എങ്ങനെയൊക്കെയാണ്? അതിൽ നിന്ന് അവൻ എന്ത് പ്രതീക്ഷിക്കുന്നു, വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. എന്ത് പ്രതീക്ഷിക്കുന്നു അതിൽ നിന്ന്, ആ പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ സർവീസിൽ നിന്ന് അവൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതനുസരിച്ചാണ്. നമ്മളിപ്പോ ഒരു ഓൺലൈനായിട്ട് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു, ചുരിദാർ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നത്? നിങ്ങൾക്ക് ചിലപ്പോ അത് ഇട്ട് നിൽക്കുന്ന മോഡലിന്റെ ഭംഗി കണ്ടിട്ടാവാം, അല്ലെങ്കിൽ കളർ കണ്ടിട്ടാവാം, അല്ലെങ്കിൽ പ്രൈസ് അല്ലെ, വില കുറവ് കണ്ടിട്ടാവാം. ഇനി ചിലപ്പോ അത് നമ്മുടെ കയ്യിലേക്ക് ഓർഡർ ചെയ്ത് കിട്ടുമ്പോ എന്താണ്? നല്ല രീതിയിൽ ചിലപ്പോ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ചിലപ്പോ ക്വാളിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തുണ്ടാവാം? എന്ത് സംഭവിക്കാം? ക്വാളിറ്റി കുറവായിരിക്കാം. ചിലപ്പോ ക്വാളിറ്റി കുറവായിരിക്കാം, അല്ലെങ്കിൽ നമ്മള് ഓർഡർ ചെയ്ത് കൊടുത്ത സാധനത്തിന്റെ കളറ് നമ്മൾ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. വരുമ്പോ എന്താണ്? ആ കളറ് വേറെ ആയിരിക്കാം. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മള് ഒരു പേഴ്സൺ ഒരു ക്വാളിറ്റി, ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു സർവീസിനെ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? അവനിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടാണ് അവൻ അതിന്റെ ക്വാളിറ്റിയെ വിലയിരുത്തുന്നത്. മനസ്സിലായോ? Some of the words used to explain quality are. എന്താണ്? നമ്മള് പല വേർഡ്സിലും ക്വാളിറ്റിയെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? പറഞ്ഞില്ലേ നമ്മള്? ബ്യൂട്ടിഫുൾ അല്ലെ, ബ്യൂട്ടിഫുൾ ആയത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താണ്? നമ്മളത് കാണുമ്പോ അട്രാക്റ്റീവ് ആയത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഡ്യൂറബിൾ അല്ലെ, ലോങ് ലാസ്റ്റിംഗ് ആയത് കൊണ്ടാവാം. പിന്നെന്താണ്? മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, നല്ല മാനദണ്ഡങ്ങൾ, എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നത് കൊണ്ടാവാം. ഹെൽത്തി, ആരോഗ്യമുള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താണ്? വാല്യൂ ഫോർ മണി. പറഞ്ഞില്ലേ നമ്മള് കൊടുക്കുന്ന ക്യാഷിന് ആ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ലേ? അതാണ് വാല്യൂ ഫോർ മണി.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്വാളിറ്റിയെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പല വേർഡ്സും യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? ബ്യൂട്ടിഫുൾ, അട്രാക്റ്റീവ്, ഡ്യൂറബിൾ, മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്തി, വാല്യൂ ഫോർ മണി. ഓക്കെ ആണോ? ഇനി എന്താ? Though the different words are used to describe quality, we would describe it as the extent to which a product or service contented a person or a group, that is how much satisfaction the person received from the service. എന്താണ്? ഒരു പേഴ്സൺ ആയാലും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ആയാലും ക്വാളിറ്റിയെ ഡിഫറെന്റ് വേർഡ്സിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക? How much satisfaction the person receives from the service. ആ സർവീസിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ നിന്ന് അവൻ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അവൻ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, റിസീവ് ചെയ്തെടുക്കുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് പേഴ്സൺ ആയാലും ആ ഗ്രൂപ്പ് ആയാലും ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പല തരത്തിലാണ്, പല വേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും എന്താണ്? എത്രത്തോളം ആ സർവീസിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ നിന്ന് അവന് സംതൃപ്തി ലഭിക്കുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ക്ലിയറായോ? പറഞ്ഞത് തന്നെ പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. മനസ്സിലായില്ലേ എന്താണെന്ന്? ബോറടിക്കുന്നുണ്ടോ? എല്ലാവരും ഉറങ്ങിയാ? ഇല്ല. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്വാളിറ്റിയെ കുറിച്ച് പഠിച്ചത്. എന്തൊക്കെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്? ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നടിയിൽ വരച്ചു വെക്കാം. അതുപോലെ ക്വാളിറ്റിയെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് വേർഡ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെന്താ? വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? നമ്മൾ ഹോസ്പിറ്റലില് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നല്ല ഗുണനിലവാരത്തോടു കൂടി പോയിട്ടുള്ള കെയർ വേണം നമ്മൾ രോഗികൾക്ക് കൊടുക്കാൻ, അല്ലെ? നല്ല നിലവാരത്തോടെയുള്ള കെയർ വേണം കൊടുക്കാനായിട്ട്. നോക്കാം ക്വാളിറ്റി ഓഫ് കെയർ എന്താണെന്ന് കേട്ടോ. When we say quality of care, we mean health care activities that be in medical, nursing, laboratory, field, etc. നമ്മള് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത് എന്താണ്? 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, അല്ലെ? മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ്. ഈ 3 മേഖലകളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്വാളിറ്റി ഓഫ് കെയർ. എന്താ പറഞ്ഞത്? ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത് മെഡിക്കൽ, നേഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ്, ഈ 3 മേഖലകളിൽ നിന്നും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നു. അതിനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ നോക്കേ, execute daily to benefit our patient without causing harm to them. എന്താണ് ഇത്? നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നത് നമ്മൾ ഡെയിലി എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെ? എങ്ങനെയാണ് ഡെയിലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? അവിടെയുള്ള പേഷ്യൻസിന് ദോഷം ഉണ്ടാക്കാതെയും എന്നിരുന്നാൽ കൂടിയും അവർക്ക് എന്താണ്? പ്രയോജനകരവുമാകണം. അവിടെയുള്ള പേഷ്യൻസിന് ദോഷം ഉണ്ടാക്കാത്ത വിധത്തിലും എന്നിരുന്നാലും എന്താണ്? അവരുടെ അവർക്ക് പ്രയോജനകരമാം വിധം ആയിരിക്കണം ക്വാളിറ്റി ഓഫ് കെയർ നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നോക്കിയേ, quality of care requires that we pay attention to the requirements of patient and client. ഹോസ്പിറ്റലില് ക്ലയൻസ് ഉണ്ടാവും, വിസിറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പേഷ്യൻസ് ഉണ്ടാവും, അല്ലെ? അപ്പോ ഇവർക്കൊക്കെ എന്താണ്? നല്ല രീതിയിൽ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട് പേ അറ്റൻഷൻ, അങ്ങനെയുള്ള ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ എന്താണ്? we must also use the method that have been verified to be safe, affordable and can lessen death, illness and disability. എന്താ പറയുന്നത്? ഇങ്ങനെ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിൽ നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്.
ഏതൊക്കെ മെത്തേഡ്സ് ആണ്? സേഫ് ആയിട്ട്, അഫോർഡബിൾ ആയിട്ട്, അതുപോലെ എന്താണ് ലെസൺ ഡെത്ത് ആൻഡ് ഇൽനെസ്, അതുപോലെ ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസബിലിറ്റീസ് എന്താ? വൈകല്യം. ഓക്കെ, വൈകല്യങ്ങൾ ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ വൈകല്യങ്ങൾ കുറയ്ക്കുന്ന രീതിയിലുമായിരിക്കണം നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഓഫ് കെയർ അവിടെ വരുന്ന പേഷ്യൻസിനും ക്ലയൻസിനൊക്കെ കൊടുക്കണം. അത് ഡിഫറെന്റ് മെത്തേഡ്സിലാണ്. സേഫ് ആയിട്ട്, അഫോർഡബിൾ ആയിട്ട്, അതുപോലെ ഡെത്ത് ഓർ ഇൽനെസ് അല്ലെ രോഗങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ മരിക്കുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ എന്താണ് വൈകല്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള രീതിയിലുമായിരിക്കണം നമ്മള് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കേണ്ടത്. Furthermore, we are expected to practice the state into set standards as laid down by clinical guidelines and protocols. എന്താ പറയുന്നത്? നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിലും അതുപോലെ തന്നെ എന്താണ് മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നിലവാരത്തോടെയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഇവിടെ നടത്തേണ്ടത്. എന്താ പറഞ്ഞത്? ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? നല്ല രീതിയിലും മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നിലവാരത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കേണ്ടത്. മനസ്സിലായോ? പാരഗ്രാഫ് മനസ്സിലായോ? ക്വാളിറ്റി ഓഫ് കെയറിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്തൊക്കെയാ പറഞ്ഞത്? ഓക്കെ, നമ്മള് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോ മെഡിക്കല്, അതുപോലെ നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ്, ഈ 3 മേഖലകളിൽ നിന്നുമാണ് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് അല്ലെ ഡെയിലി അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെയാ വേണ്ടത്? പേഷ്യൻസിന് ദോഷകരമായ വിധത്തിൽ ആകരുത്, അതുപോലെ തന്നെ അവർക്ക് നല്ല പ്രയോജനകരവുമാകണം. പിന്നെ എന്താണ് പറഞ്ഞത്? അവിടെ വരുന്ന പേഷ്യൻസിന് ആയാലും ക്ലയൻസിനായാലും നല്ല രീതിയിൽ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിന് അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നത്. എന്തൊക്കെയാണ്? സേഫ് ആയിട്ട്, അഫോർഡബിൾ ആയിട്ട്, അതുപോലെ ലെസൺ ഡെത്ത് ആൻഡ് ഇൽനെസ്, ഡിസബിലിറ്റി, വൈകല്യങ്ങൾ കുറയ്ക്കുന്ന രീതിയിലുമായിരിക്കണം നമ്മുടെ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കേണ്ടത്. പിന്നെന്താ പറഞ്ഞത്? അവിടെ ക്വാളിറ്റി ഓഫ് കെയർ നല്ല നിലവാരത്തോടു കൂടി ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല രീതിയിലും മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നിലവാരത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അവിടെ നടത്തേണ്ടത്. ഓക്കെ ആണോ? ഇനി എന്താണ്? വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ we do the exact things at exact time. നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോൾ ഒരു പേഷ്യന്റിന് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് കെയർ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? എക്സാക്ട് ടൈമിലായിരിക്കണം. കറക്റ്റ് ടൈമിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. We set patient promptly, make the right diagnosis and give the apt treatment. നമ്മൾ ഒരു പേഷ്യന്റിനെ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ രോഗം കറക്റ്റ് ആയിട്ട് ശരിയായ രീതിയിൽ നിർണ്ണയിക്കുകയും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയും വേണം. വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ we keep on enhancing our standard of service till excellence is God. എന്താ പറയുന്നത്? നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്, നല്ല ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മികച്ച കെയറിലേക്ക് എത്തണമെങ്കിൽ എന്താണ്? ഹോസ്പിറ്റൽ ഒരു മികച്ച കെയറിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെയും കെയറിന്റെയും നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ? ഇതാണ് പബ്ലിക്കില് നമ്മുടെ ഹോസ്പിറ്റല് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടാണ് കെയർ കൊടുക്കുന്നത് എന്നവര് പറയും. അവരെ കൊണ്ട് പറയിപ്പിക്കണം അല്ലെ? അങ്ങനെ പറയിപ്പിക്കേണ്ടതിന് എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെയും കെയറിന്റെയും നിലവാരം സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ? ഓക്കെ ആണോ? സെക്കൻഡ് പാരഗ്രാഫ് എന്താ പറഞ്ഞത്? ക്വാളിറ്റി ഓഫ് കെയർ നല്ല എക്സാക്ട് ടൈമിൽ കൊടുക്കുക. ഇങ്ങനെ ഒരു പേഷ്യന്റ് വരുമ്പോ എങ്ങനെയാണ് അവരുടെ
രോഗം കറക്റ്റ് ആയിട്ട് നിർണ്ണയിക്കുകയും അതിന് ആപ്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മികച്ച ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെയും കെയറിന്റെയും നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ചുകൊണ്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ എക്സാമിന് വായിക്കാൻ വെച്ചിരുന്നാല് ബുദ്ധിമുട്ടാവും, നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ക്വാളിറ്റി ഓഫ് കെയർ പറഞ്ഞതില്? എങ്ങനെയുണ്ട് ചാപ്റ്റർ? ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാൻ? ഇല്ല. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? ക്വാളിറ്റി എന്താണ്, ക്വാളിറ്റി ഓഫ് കെയർ എന്താണെന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ ആണ്. താങ്ക് യു.